കൊച്ചി കോർപ്പറേഷൻ ബജറ്റ് അവതരണത്തിൽ UDF പ്രതിഷേധം. CPIയും CPIയും നടത്തുന്നത് കച്ചവട ബജറ്റാണെന്ന് ആരോപണം. കഴിഞ്ഞ വർഷം നഷ്ടമായത് കത്തിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറിക്ക് ഈ ബഡ്ജറ്റ് തയ്യാറാക്കി അവതരിപ്പിക്കാനാണ് ഞാൻ നിർദ്ദേശിച്ചത്. അത് സെക്രട്ടറി തന്നെയായിരിക്കും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. നിങ്ങൾ തിരിച്ച് കസേരയിൽ പോയിരിക്കും. അതല്ല അതിന് ശരി, അതല്ല അതിന് ശരി, അല്ല അതല്ല അതിന് ശരി. അല്ല അതൊക്കെ പിന്നെ അതൊക്കെ ഞാൻ വളരെ വ്യക്തമായ സെക്രട്ടറി ഇവിടെ ഉണ്ടല്ലോ. 290 വകുപ്പ് അനുസരിച്ച് ഈ വർഷത്തെ വാർഷിക ബജറ്റ് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ നഗരസഭാ സെക്രട്ടറിയെ ക്ഷണിക്കുകയാണ്. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എബി തോമസ് കൂടി ചേരുകയാണ്. എബി, എന്തൊക്കെയാണ് അവിടെ UDF പ്രതിഷേധക്കാർ പറയുന്നത്? ബജറ്റ് അവതരണം തടസ്സപ്പെടുത്തിക്കൊണ്ടാണോ പ്രതിഷേധം? എന്താണ് അവരുടെ ആവശ്യം? തീർച്ചയായും ഈ ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യമായിരുന്നു അജിംഖാദ് ഉണ്ടായിരുന്നത്. ഇതിൽ ഡെപ്യൂട്ടി മേയറാണ് ഈ ബജറ്റ് അവതരിപ്പിക്കേണ്ടത്. ഇതിലാണ് ഇന്നിപ്പോൾ രാവിലെ 10:30 മുതൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധങ്ങൾ UDFന്റെ ഭാഗത്തു നിന്നുണ്ടായി, പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെ ഉണ്ടായി. മേയർ എവിടെയെന്ന് ചോദിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളാണ് ഈ ഘട്ടത്തിൽ ആദ്യം തന്നെ ഇവർ ഉന്നയിച്ചത്. 10:30 മേയർ എവിടെ എന്നുള്ളതായിരുന്നു ആദ്യത്തെ മുദ്രാവാക്യം. അതിനുശേഷം മേയർ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ പ്രതിഷേധത്തിന്റെ മട്ടും ഭാവവും മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഈ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗീകാരമില്ലാതെ, ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അംഗീകാരമില്ലാതെയാണ് ബജറ്റ് അവതരണം നടക്കുന്നത് എന്നുള്ളതാണ്. അത്തരത്തിൽ ബജറ്റ് അവതരിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരിച്ചുവിടുന്ന സാഹചര്യമാണ്. അത് അവരുടെ പെരുകാര്യത്തെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. അത് കാരണം ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടാത്ത, അല്ലെങ്കിൽ അവരുടെ അംഗീകാരമില്ലാത്ത ഒരു ബജറ്റ് അവതരിപ്പിക്കപ്പെടാൻ കഴിയില്ല. അത് തന്നെയാണ് പ്രധാനമായും പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണിച്ച ദൃശ്യങ്ങളിൽ പറയുന്നത് പോലെ മേയർ പറയുന്നത് നമ്മൾ കേട്ടു. ഡെപ്യൂട്ടി മേയർ അല്ല ഈ ബജറ്റ് അവതരിപ്പിക്കുക, പകരം സെക്രട്ടറി ആയിരിക്കും ബജറ്റ് അവതരിപ്പിക്കുക എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഇതിന്റെ ഒരു സാങ്കേതിക വശമാണ്. 290 വകുപ്പ് ചട്ടം പ്രകാരമാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. കാരണം അത് പ്രതിപക്ഷത്തിന്റെ ആരോപണമാകുന്നതിലേക്ക് തന്നെയായിരുന്നു. കാരണം ഈ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മുന്നിൽ അവരുടെ അംഗീകാരമില്ലാതെ അവതരിപ്പിക്കുക, അങ്ങനെ അംഗീകാരമില്ലാതെ ഒരു ബജറ്റ് ഡെപ്യൂട്ടി മേയർക്ക് അവതരിപ്പിക്കാൻ കഴിയില്ല. അത് ചട്ടലംഘനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉടലെടുത്തിരിക്കുന്നത്. ഇത് കെടുകാര്യസ്ഥതയാണെന്നുള്ള കാര്യമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരിച്ചുവിടേണ്ട സാഹചര്യമാണ് എന്നുള്ള കാര്യം കൂടി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്ലക്കാർഡുകൾ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് ഇതൊരു കച്ചവട ബജറ്റാണ്. CPM CPI കച്ചവടം ബജറ്റാണ് നടക്കുന്നത്. അധികാര കച്ചവടത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നത് എന്നുള്ള വിമർശനമാണ് ഉയർന്നു വന്നത്. ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇതിനകത്തേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രതിഷേധം ശക്തമായിട്ട് തന്നെ ഉയർത്തുന്നത്. അല്പസമയമാണ് മൈക്കുകളെല്ലാം തന്നെ ഓൺ ചെയ്തത്. മൈക്കിൽ നമുക്ക് ശബ്ദത്തോടുൾപ്പെടെ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുന്നതാണ്. ശരി, അതിന്റെ ആക്ഷേപങ്ങളും തർക്കങ്ങളും ഒക്കെ തത്സമയം ദൃശ്യങ്ങളോടുകൂടി തന്നെ നമുക്ക് കാണാനുമാകുന്നുണ്ട്. എബി തോമസ്, ഇതിലേക്ക് തിരിച്ചെത്താം ഉടൻ തന്നെ. നമുക്കിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം.